സോളോ ലെവലിംഗ് സീസൺ 2 എപ്പിസോഡ് നമ്പർ 7 നമുക്ക് വേഗം പോകാം. ഞാൻ സാം ആൻഡ് വെൽക്കം ടു സാം കോക്ക് ടോക്സ്. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടു ഹണ്ടർ അസോസിയേഷൻ ചെയർമാൻ ഗോഗുൻഹി ജിനുവെ പരിചയപ്പെടുന്നു. ചെയർമാൻ പറയുന്നു, മിസ്റ്റർ സങ്, എൻ്റെ പേര് ഗോഗുൻഹി. നിങ്ങളെ പരിചയപ്പെട്ടതിൽ സന്തോഷം. നമുക്കൊന്നിരുന്ന് സംസാരിക്കാം. ജിനു ഇവിടെ ഒന്നും തന്നെ മിണ്ടുന്നില്ല. പക്ഷേ ജിനുവയ്ക്ക് ചെയർമാൻ്റെ പവർ അറിയാൻ കഴിയുന്നുണ്ട്. ജിനു ആലോചിക്കുന്നു, 80 വയസ്സ് കാണും, പക്ഷേ ഒരു റിട്ടയർഡ് റെസ്ലറിൻ്റെ ബോഡി ഉണ്ട്. അതുപോലെ ഇയാൾ എസ് റാങ്കുമാണ്. ചെയർമാൻ ജിനുവോട് പറയുന്നു, എസ് റാങ്ക് ആയതിൽ കൺഗ്രാറ്റുലേഷൻസ്. ഇത് കേട്ട് ജിനു പറയുന്നു, എൻ്റെ റിയോലേഷൻ കഴിഞ്ഞിട്ടില്ല. ചെയർമാൻ പറയുന്നു, ഞാനൊരു സത്യം പറയാം. നിങ്ങളെ പോലെ ഒരാൾക്ക് റീവാലുവേഷൻ ചെയ്തിട്ട് അർത്ഥമൊന്നുമില്ല. അങ്ങനെ അഡ്വാൻസ് മീറ്ററിന് അത് പറ്റില്ല. അങ്ങനെ പറ്റിയാൽ തന്നെ നിങ്ങളുടെ റിസൾട്ട് SS ആയിട്ടോ അല്ലെങ്കിൽ SSS ആയിട്ടോ കാണിക്കണം. എങ്ങനെ നോക്കിയാലും ഒരു കറക്റ്റ് ആൻസർ കിട്ടണമെന്നുമില്ല. ജിനു പറയുന്നു, എങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ ടെസ്റ്റ്? ഇത് കേട്ട ചെയർമാൻ മറുപടി കൊടുക്കുന്നു, ഒരു റീസണേ ഉള്ളൂ മിസ്റ്റർ സങ്, നിങ്ങളെപ്പോലുള്ളവരുമായി കണ്ട് ഇതുപോലെ സംസാരിക്കാൻ. അസോസിയേഷൻ വലുതാണെങ്കിലും നിങ്ങളിപ്പോൾ കാണുന്ന മിസ്റ്റർ വൂവിനെ പോലുള്ള എക്സെപ്ഷണലായ ഹണ്ടേഴ്സ് അസോസിയേഷനിൽ കുറവാണ്. കഴിവുള്ള ഹണ്ടേഴ്സിന് പണവും പേരും തരുന്ന ഗിൽഡുകളുണ്ട്. അപ്പോൾ പിന്നെ ആരെങ്കിലും അസോസിയേഷനിൽ ചേരാൻ ശ്രമിക്കൂ. എലീറ്റ് ഹണ്ടേഴ്സിൻ്റെ പേര് മിക്കവർക്കും അറിയാം, പക്ഷേ ടോപ്പ് എ റാങ്കർ മിസ്റ്റർ വു ജിൻജുൾ എന്നുള്ള പേര് എങ്ങനെ എല്ലാവർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് മാറ്റങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നിങ്ങളെപ്പോലുള്ള ഹണ്ടേഴ്സിനെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നത്. ഞാൻ കാര്യമുള്ളത് തന്നെ പറയാം. അസോസിയേഷന് ഗിൽഡുകളെ പോലെ വലിയ എമൗണ്ട് ഓഫർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ താങ്കളെ വേറൊരു രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും. ഇത് കേട്ട് ജിനു ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ചെയർമാൻ പറയുന്നു, ഹണ്ടർ അസോസിയേഷനാണ് ഈ രാജ്യത്തിൻ്റെ നട്ടെല്ല്. മിസ്റ്റർ സങ്, എനിക്ക് താങ്കളെ ഞങ്ങളിൽ ഒരാളാക്കാൻ കഴിയും. ജിനു ഇത് കേട്ട് ഞെട്ടുന്നു. ജിനു ആലോചിക്കുന്നു, അപ്പോൾ ചെയർമാൻ എനിക്ക് പവറാണ് ഓഫർ ചെയ്യുന്നത്. ജിനു ചോദിക്കുന്നു, സാർ എന്തിനാ ഇത്രയും ശ്രമിക്കുന്നതിനെ അസോസിയേഷനിൽ ചേർക്കാൻ? ചെയർമാൻ പറയുന്നു, മിസ്റ്റർ സങ്, താങ്കൾക്ക് കൊറിയയുടെ 5 ഗിൽഡുകളെ പറ്റി അറിയാലോ. കൊറിയയിൽ 5 പവർഫുൾ ഗിൽഡുകൾ ഉണ്ടായിരുന്നു. ഏറ്റവും ടോപ്പിൽ ഹണ്ടേഴ്സ് ഗിൽഡ്, സെക്കൻഡിൽ ഫെയിം ഗിൽഡ്, വൈറ്റ് ടൈഗർ ഗിൽഡ്, ഫീൻഡ് ഗിൽഡ്, പിന്നെ 5th നൈറ്റ്സ് ഗിൽഡ്. ചെയർമാൻ പറയുന്നു, ഇപ്പോഴത്തേക്കൊരു പവർ ബാലൻസിലാണ് ഈ ഒരു ഗിൽഡുകൾ പോകുന്നത്. പക്ഷേ താങ്കൾ ഒരു ഗിൽഡിൽ ചേർന്നാൽ ഈ ഒരു പവർ ബാലൻസ് ഇല്ലാതാകും. ഹണ്ടേഴ്സിനെ ഒരു ഗവൺമെന്റ് അതോറിറ്റിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇവിടെയാണ് അസോസിയേഷന്റെ റോള്. ജിനു ആലോചിക്കുന്നു, ഈ ലോകത്ത് മാജിക്കൽ ബീസ്റ്റുകൾ മാത്രമല്ല, ഹണ്ടേഴ്സും മോൺസ്റ്റേഴ്സാണ്. ചെയർമാൻ ഇതേ സമയം ജിനുയോട് ഡിസിഷൻ ചോദിക്കുന്നു. ജിനു ഒന്നും തന്നെ മിണ്ടിയില്ല. ജിനു ആലോചിക്കുന്നു, ഈ ഒരു ഓഫർ മോശമൊന്നുമല്ല. എനിക്കറിയാം മിസ്റ്റർ ഗോയുടെ സഹായത്തോടെ നിരവധി സാധാരണക്കാർക്ക് രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന് നാഷണൽ ലെവൽ കണക്ഷൻസും ഗവൺമെന്റ് പ്രസ് സപ്പോർട്ടും ഉണ്ട്. അതുമാത്രമല്ല അദ്ദേഹത്തിന് നല്ല സ്കില്ലും ഉണ്ട്. ഞാൻ ചിലപ്പോൾ ചെയർമാൻ്റെ അത്രയും സ്ട്രോങ് ആയിരിക്കും, പക്ഷേ അതിൽ കൂടുതലാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇതുപോലൊരു ചാൻസ് അങ്ങനെ എളുപ്പം കിട്ടില്ല. ഇതേ സമയം ചെയർമാൻ ആലോചിക്കുന്നു, ഹണ്ടർ അസോസിയേഷന് ഗിൽഡുകളുമായി ബന്ധമൊന്നുമില്ല. ഗിൽഡുകളെ കൺട്രോൾ ചെയ്യാൻ അസോസിയേഷൻ ഈ രാജ്യത്തിന് വേണം. അതുപോലെ എനിക്ക് വയസ്സായിട്ടുണ്ട്, അത്രയ്ക്ക് സമയം എനിക്കില്ല. ഒരു പിൻഗാമിയെ വേഗം കണ്ടുപിടിക്കണം. ജിനു ഇത് കഴിഞ്ഞ് പറയുന്നു, സോറി സർ. ഇത് കേട്ട് ചെയർമാൻ ഞെട്ടുന്നു. ചെയർമാൻ ആലോചിക്കുന്നു, അപ്പോൾ അവന് പണമാണ് വേണ്ടത്. പക്ഷേ ജിനു പറയുന്നു, എനിക്ക് ഫൈറ്റ് ചെയ്യണം. ഇത് കേട്ട് ചെയർമാൻ സർപ്രൈസ് ആകുന്നു. ചെയർമാൻ ചോദിക്കുന്നു, നീ ഉദ്ദേശിച്ചത് മാജിക് ബീസ്റ്റുകളെ ഫൈറ്റ് ചെയ്യണമെന്നാണോ? ജിനു പറയുന്നു, അതെ സർ. ജിനു ഇതേ സമയം ആലോചിക്കുന്നു, അസോസിയേഷനും റെയ്ഡിന് പോകാറുണ്ട്, പക്ഷേ ബാക്കിയുള്ള ഗിൽഡുകൾക്ക് വേണ്ടാത്ത D റാങ്ക് E റാങ്ക് ഡഞ്ചൻസ് ഇവരാ തീർക്കുന്നത്. ഞാൻ അസോസിയേഷനിൽ ചേർന്നാൽ എനിക്ക് പിന്നെ ലെവലപ്പ് ആവാൻ പറ്റില്ല. ഇത് കഴിഞ്ഞ് ജിനു പറയുന്നു, എൻ്റെ സ്ഥാനം ഡഞ്ചനിലാണ് സർ. ഇത് കേട്ട ചെയർമാനെ വിശ്വസിക്കാൻ പറ്റിയില്ല. ചെയർമാൻ ജിനുയുടെ കണ്ണിലുള്ള സീരിയസ്നെസ് കാണുന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ നെഞ്ചിടിക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു. ചെയർമാൻ ആലോചിക്കുന്നു, എനിക്ക് ഓർമ്മയില്ല ഇതുപോലൊരു ഫീൽ ഉണ്ടായ ഒരു കാലം. എനിക്കൊരു 20 വയസ്സ് പോട്ടെ, ഒരു 10 വയസ്സ് കുറവുണ്ടായിരുന്നെങ്കിൽ ജിനുവയുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പറ്റിയേനെ. ജിനു ഇതേ സമയം പോകാനൊരുങ്ങുന്നു. പോകുന്നതിന് മുമ്പ് ജിനു ജിഞ്ചലിനോട് പറയുന്നു, മിസ്റ്റർ വു, താങ്കൾക്ക് തെറ്റിയിട്ടില്ല. ഡബിൾ ഡഞ്ചനിലെ ബീസ്റ്റുകളെ കൊന്നത് ഞാനല്ല. ജിഞ്ചൽ ഇത് കേട്ട് ഷോക്കാകുന്നു. അവൻ ആലോചിക്കുന്നു, അപ്പോൾ ആരാ സത്യത്തിൽ ഡബിൾ ഡഞ്ചൻ ക്ലിയർ ചെയ്തത്? ജിനു പോയതിനു ശേഷം ചെയർമാൻ ജിഞ്ചലിനോട് പറയുന്നു, നിനക്കറിയാവോ, ഹീലേഴ്സൊക്കെ ഉണ്ടായ സമയത്ത് ഞാൻ വിചാരിച്ചു എൻ്റെ പ്രായം കുറയ്ക്കാൻ പറ്റുമെന്ന്. പക്ഷേ വയസ്സായാലും ഒരു ഹീലിംഗ് സ്പെല്ലിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ സംസാരിക്കുന്ന സമയം തന്നെ മേജർ ആയിട്ടുള്ള ഗിൽഡുകൾ പുതിയ ഹണ്ടേഴ്സിനെ എടുത്തുകൊണ്ടിരിക്കുക. രാജ്യത്തിന്റെ മിലിറ്ററിയുടെ പവർ തന്നെ അവർക്കും ഇപ്പോൾ ഉണ്ട്. ഹണ്ടർ അസോസിയേഷൻ എന്ന് വീഴുന്നു, പിന്നെ ഈ ഗിൽഡുകളെ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. തൊടല് പൊട്ടിച്ച് തെരുവ് പട്ടികളെ പോലെ നമ്മളെ തന്നെ അവർ കടിക്കും. ഞാൻ വിചാരിച്ചത് എനിക്ക് പവർ ഉണ്ടെന്നാ, പക്ഷേ എനിക്കിപ്പോൾ അത് അറിയില്ല. ജിനോയുടെ വാക്കുകൾ ചെയർമാനെ വല്ലാതെ അലത്തിക്കൊണ്ടിരുന്നു. നീ എൻ്റെ ഷെഡ്യൂൾ ക്ലിയർ ആക്ക്, നമുക്കൊന്ന് പുറത്തോട്ട് പോവാം. ജിഞ്ചുൾ ഇതായിട്ട് പറയുന്നു, ബട്ട് സർ, അങ്ങേക്ക് മിനിസ്റ്റേഴ്സുമായി ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്. ഇത് കേട്ട് ചെയർമാൻ പറയുന്നു, എനിക്കിന്ന് ആ കിഴവന്മാരുടെ കൂടെ സമയം കളയാനായി മൂടില്ല. ഇത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ജിനോയുടെ ഫാദർ ആരെയോ എടുത്തിട്ട് പെരുമാറുന്നു. നമുക്ക് മനസ്സിലാകാൻ കഴിയും, ഇടി കൊണ്ട് പഞ്ചറാവുന്നത് വാങ് ഡോങ്സുങ് ആയിരുന്നു. തൻ്റെ സ്വപ്നത്തിൽ നിന്നും വാങ് ഡോങ്സുങ് എഴുന്നേൽക്കുന്നു. ഡോങ്സുങ് ആലോചിക്കുന്നു, അപ്പോൾ അതൊരു സ്വപ്നം അല്ലായിരുന്നല്ലേ. നമുക്ക് കാണാൻ കഴിയും, കാലും കൈയും എല്ലാം ഒടിഞ്ഞ് ഹോസ്പിറ്റൽ ബെഡിലാണ് ഡോങ്സുങ്.
ഡോങ്സുങ് അടുത്ത് നിൽക്കുന്ന ഫെഡറൽ ബ്യൂറോ ഓഫ് ഹണ്ടേഴ്സ് ഡെപ്യൂട്ടിയെ ശ്രദ്ധിക്കുന്നു. ഡോങ്സുങ് പറയുന്നു, ഓ നിങ്ങളോ? എന്നെപ്പോലൊരു പരാജയത്തിൻ്റെ അടുത്ത് എന്ത് പറയാനാവുള്ളത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പറഞ്ഞിട്ട് പോയിക്കോ. ഡെപ്യൂട്ടി പറയുന്നു, ഞാനൊരു കാര്യം ക്ലിയർ ആക്കാനാണ് വന്നത്. സങ് ഇൽവാൻ ബീസ്റ്റ് തന്നെയാണെന്ന് ഉറപ്പാണോ? ഡോങ്സുങ് പറയുന്നു, ഞാനൊരു മനുഷ്യനെ അറിഞ്ഞുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നതാണ് പറഞ്ഞു വരുന്നത്. ഡെപ്യൂട്ടി ഇത് കേട്ട് പറയുന്നു, ദാ ഈ ഒരു വീഡിയോ കണ്ടു നോക്ക്. അന്ന് നടന്ന സംഭവത്തിന് ശേഷം അവിടെയുള്ള CCTVയിൽ നിന്നും കിട്ടിയതാണ്. നമുക്ക് കാണാൻ കഴിയും സങ് ഇൽവാൻ തീയിൽ പെട്ടുപോയ കുറേ പേരെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട്. ഡെപ്യൂട്ടി പറയുന്നു, ഒരു മാജിക് ബീസ്റ്റ് ആണെങ്കിൽ മനുഷ്യരെ എന്തിനാ അവൻ സഹായിച്ചത്? നിനക്കിപ്പോഴും തോന്നുന്നുണ്ട് ഇയാൾ ബീസ്റ്റ് തന്നെയാണെന്ന്? വാങ് ഡോങ്സുങ് പെട്ടെന്ന് തന്നെ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങളെന്നാ ഒരു കാര്യം പറ, ഒരു മനുഷ്യൻ ഗേറ്റിൽ നിന്ന് വരുന്ന കാര്യം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഡെപ്യൂട്ടിക്ക് ഇത് കേട്ടപ്പോൾ ഒന്നും തന്നെ മിണ്ടാൻ പറ്റിയില്ല. ഡെപ്യൂട്ടി ഇത് കഴിഞ്ഞ് പറയുന്നു, ഇപ്പോൾ എന്തായാലും നീ റെസ്റ്റ് എടുക്കുക, റിക്കവർ ആകുമ്പോഴത്തേക്ക് ബ്യൂറോയിലോട്ട് പോവാ, കുറച്ച് പേപ്പർ വർക്ക് ഉണ്ട്. ഇതേ സമയം ഡോങ്സുങ് ചോദിക്കുന്നു, സങ് ഇൽവാൻ്റെ കാര്യം എന്തായി? ഡെപ്യൂട്ടി പറയുന്നു, അയാളെ ഫൈറ്റിന് ശേഷം ആരും കണ്ടിട്ടില്ല. ബ്യൂറോ അവനെ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നിന്നെ പരാജയപ്പെടുത്തിയ സ്ഥിതിക്ക് ഞങ്ങൾക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ഡോങ്സുങ്ങിന് ഇത് കേട്ട് നല്ലതുപോലെ ദേഷ്യം വരുന്നു. ഡോങ്സുങ് ഇതേ സമയം ജിനോയുടെ ഫാദർ ഫൈറ്റിൽ പറഞ്ഞ കാര്യം ഓർക്കുന്നു. ജിനോയുടെ ഫാദർ അവനൊരു വലിയ വാർണിംഗ് കൊടുത്തു, നീ ഇനി കൊറിയയിൽ കാലുകുത്തിയ, ഞാൻ എൻ്റെ മകൻ്റെ കാര്യം കൊണ്ട് പറയുമല്ല, ഞാൻ നിനക്ക് വേണ്ടി പറയാം, നീ മരിച്ച് മണ്ണടിഞ്ഞാലും നിനക്ക് സമാധാനം കിട്ടില്ല. ഡോങ്സുങ്ങിന് ഇത് ആലോചിക്കുമ്പോൾ തന്നെ കലി കയറുന്നു. ഡോങ്സുങ് മനസ്സിൽ പറയുന്നു, ഞാൻ മരിച്ചാലും നീ എനിക്ക് സമാധാനം തരില്ലല്ലേ? നീ എന്നോടാ കളിക്കുന്നത്, നീ എങ്ങോട്ടാ പോയതെന്ന് എനിക്കറിയാം. പക്ഷെ നിന്നെ പിടിക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് ആർട്ടിഫാക്ട്സ് ഗിള്ളിൽ നിന്ന് എടുക്കണം. ഞാൻ ഗിള്ളിലൊന്ന് വിളിച്ച് പറഞ്ഞേക്കാം, ഞാൻ ഈ ബെഡിൽ നിന്നൊന്ന് എഴുന്നേറ്റോട്ടെ, അവനെ ഞാൻ കൊന്ന് കുഴിച്ചു മൂടും. ഇത് കഴിഞ്ഞ് നമ്മൾ ജിനോയുടെ അടുത്തോട്ട് പോകുന്നു. ജിനോ ഓൺലൈനിലൂടെ നല്ല വെപ്പൺസ് ഓപ്ഷൻ വഴി കിട്ടുമോ എന്ന് നോക്കുകയായിരുന്നു. ഹണ്ടേഴ്സ് ഇതുപോലെയുള്ള ഓപ്ഷൻ വഴി റേഡുകളിൽ നിന്ന് കിട്ടുന്ന ഐറ്റംസ് കൊടുത്തിരുന്നു. ഈ ഒരു ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ ഓപ്ഷൻ വഴി മിക്ക ഹണ്ടേഴ്സും വലിയൊരു റെയ്ഡിന് മുമ്പ് വെപ്പൺസ് മേടിച്ചിരുന്നു. പക്ഷേ ഡി റാങ്ക് അല്ലെങ്കിൽ ഇ റാങ്ക് ഹണ്ടേഴ്സിന് ഇതുപോലെയുള്ള ഓപ്ഷൻ വഴി വെപ്പൺസ് മേടിക്കുന്നത് ഒരു സ്വപ്നമായിരുന്നു. അവരുടെ തുച്ഛമായ സാലറി കാരണം തന്നെ ഡെയിലി റെയ്ഡിന് പോകുന്ന ഒരു സ്ട്രൈക്ക് സ്ക്വാഡിൽ അവർക്ക് ചേരേണ്ടി വരുന്നു. ഒരു ഡി റാങ്ക് വെപ്പണ് പോലും നല്ല വിലയുണ്ടായിരുന്നു. വലിയ റാങ്കുള്ള ഹണ്ടേഴ്സ് റെയ്ഡുകളിൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ ബില്യൺസ് വിലയുള്ള ഐറ്റംസ് അവരെ മേടിച്ചിരുന്നു. ജിന്നു ഇതേ സമയം ആലോചിക്കുന്നു, ഞാൻ വിചാരിച്ചത് എനിക്ക് കുറച്ച് സേവിങ്സ് ആയിരുന്നു, പക്ഷേ ഇത് വളരെ കുറവാണ്. ഈ ഐറ്റംസ് ഒന്നും എനിക്ക് മേടിക്കാൻ പോലും പറ്റില്ല. നമുക്ക് കാണാൻ കഴിയും ജിനോ ഡീമൻ കാസലിൽ പോകുന്നതിന് വേണ്ടിയുള്ള റിസർച്ചിലാണ്. ഹയർ ലെവൽ ഡീമൻസ് ഫയർ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഡീമൻ കാസലിന്റെ ഓരോ ഫ്ലോർ കഴിയും തോറും ചൂട് കൂടിയിരുന്നു. ജിനോ ഈ തീയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഐറ്റം നോക്കുകയായിരുന്നു. പക്ഷേ അതുപോലെ ഒരു ഐറ്റം കിട്ടാത്തത് കൊണ്ട് ജിനോ അവന്റെ ഇൻവെന്ററിയിലുള്ള ഓർബ് വിൽക്കാൻ ആലോചിക്കുന്നു. ജിനോ മനസ്സിൽ ആലോചിക്കുന്നു, എൻ്റെ ആവശ്യത്തിനുള്ള ഐറ്റം ഈ വില കേട്ടില്ല. ഓർബ് ഓഫ് അവാരിസ് മാജിക് യൂസറിൻ്റെ എബിലിറ്റി 2 മടങ്ങ് കൂട്ടും. ഓപ്ഷനിൽ ഞാൻ കണ്ട മിക്ക ആർട്ടിഫാക്ട്സും 20% അല്ലെങ്കിൽ 30% വരെ മാക്സിമം മേജേഴ്സിൻ്റെ സ്ട്രെങ്ത് കൂട്ടത്തുള്ളൂ. ഈ ഒരു ഓർബ് എനിക്കൊരു വലിയ എമൗണ്ടിന് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇത് ഇല്ലീഗൽ ഐറ്റം ഒന്നുമല്ല, അപ്പോൾ ബ്ലാക്ക് മാർക്കറ്റിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ അല്ലാതെ കൊടുത്താൽ ഒരു ഇ റാങ്ക് ഹണ്ടറിന് ഇതെങ്ങനെ കിട്ടിയെന്ന് ചോദ്യം വരും. എസ് റാങ്ക് ലൈസൻസ് ഇപ്പോഴൊന്നും കിട്ടാൻ പോകുന്നില്ല. ഒരു എ റാങ്ക് ഗേറ്റിൽ കയറുന്ന റെക്കോർഡ് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ കാര്യം നടന്നേനെ. പക്ഷേ ഈ റാങ്ക് ഉള്ള എന്നെ ആരെടുക്കാനാ? പെട്ടെന്ന് ജിനോ ഒരു ഹൈ റാങ്കിങ് ഗേറ്റിലേക്ക് ലോ റാങ്കിങ് ഹണ്ടേഴ്സിന് ആവശ്യമുണ്ടെന്ന പോസ്റ്റ് കാണുന്നു. ഇത് കഴിഞ്ഞ കഥ ചെയർമാൻ ഗോയുടെ അടുത്തോട്ട് പോകുന്നു. ജിഞ്ചുൾ ഇതേ സമയം ജിനോയുടെ റെക്കോർഡ് ഫുള്ള് ചെയർമാനിന് കൊടുത്തിരുന്നു. ജിഞ്ചുൾ പറയുന്നു, സങ് ജിന്നോ അറിയപ്പെട്ടിരുന്നത് തന്നെ വീക്കസ്റ്റ് ഹണ്ടർ എന്നായിരുന്നു. ഇത് അവൻ്റെ 4 വർഷത്തെ ഹണ്ടിങ് റെക്കോർഡാണ് സർ. ചെയർമാൻ ഇത് കേട്ട് ചോദിക്കുന്നു, ഇനി അവൻ ഫാൾസ് റാങ്കർ ഒന്നും അല്ലല്ലോ അല്ലേ? ജിഞ്ചുൾ പറയുന്നു, അല്ല സർ, ഞാൻ അവൻ്റെ കൂടെ റൈഡിന് പോയ ഹണ്ടേഴ്സിനോട് അന്വേഷിച്ചു. ചെയർമാൻ ചോദിക്കുന്നു, ഇത് മുഴുവൻ 4 വർഷത്തെ കാര്യമല്ലേ? അവൻ ചിലപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് റീഅവേക്കൻഡ് ആയെന്ന ഒരു സാധ്യത കൂടെ ഉണ്ട്. പക്ഷേ ജിഞ്ചുൾ പറയുന്നു, സാർ, അത് സത്യമായിരുന്നെങ്കിൽ അവൻ ഡബിൾ ഡഞ്ചനിൽ കൂടെയുള്ളവരെ രക്ഷിച്ചേനെ. ഇത് കഴിഞ്ഞ് ചെയർമാൻ റെക്കോർഡുകൾ ചെക്ക് ചെയ്യുമ്പോൾ ജിനോയ്ക്ക് നിരന്തരം പരുകുപറ്റുന്ന കാര്യം കണ്ടു. ജിഞ്ചുൾ ഇതേ സമയം അവൻ്റെ ഫാമിലി സാഹചര്യം ചെയർമാന് മനസ്സിലാക്കി കൊടുക്കുന്നു. ചെയർമാൻ പറയുന്നു, ഇങ്ങനെയുള്ള ഒരുത്തനെ കിട്ടാൻ പാടാ ഈ കാലത്ത്. അവൻ്റെ അച്ഛൻ മിസ്സിംഗ് ആയപ്പോൾ പെങ്ങളെയും ഹോസ്പിറ്റലിലുള്ള അമ്മയും അവൻ ഒറ്റയ്ക്കാൻ നോക്കിയതല്ലേ. പെട്ടെന്ന് തന്നെ ജിഞ്ചുൾ ഒരു ന്യൂസ് ചെയർമാനോട് പറയുന്നു, സങ് ജിനോ റെയ്ഡിൽ ചേർന്നതായിട്ട് റിപ്പോർട്ട് കിട്ടി. ജിഞ്ചുൾ ഇത് ഹണ്ടേഴ്സ് ഗിൽഡിൻ്റെ കൂടെയാണെന്നും പറയുന്നു. ചെയർമാൻ ഇത് കേട്ട് ഞെട്ടുന്നു. അദ്ദേഹം ആലോചിക്കുന്നു, ഓ അവനപ്പോൾ സംസാരം മാത്രമേ ഉള്ളല്ലേ. പക്ഷേ ജിഞ്ചുളിലൂടെ ചെയർമാനോട് ജിനോ മൈനിങ് ടീമിലാണ് ചേർന്നതെന്ന് പറയുന്നു. ഇത് കേട്ട ചെയർമാൻ സർപ്രൈസ് ആകുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ ഹണ്ടേഴ്സ് ഗിൽഡിന്റെ എ റാങ്ക് ഡഞ്ചിന് പുറത്തോട്ട് പോകുന്നു. നമുക്ക് കാണാൻ കഴിയും ജിനോ മൈനറിന്റെ പൊസിഷനിൽ ജോയിൻ ചെയ്തതായിട്ട്. മൈനിങ് ഗ്രൂപ്പിന്റെ ലീഡർ ജിനോയുടെ ഡീറ്റെയിൽസ് ഫുള്ള് ചെക്ക് ചെയ്യുന്നു. ജിനോ ഏത് ക്ലാസ് ആണെന്നും എക്സ്പീരിയൻസ് ഉണ്ടോ എന്നും ഒക്കെ അയാൾ ചോദിക്കുന്നു. ഇത് കഴിഞ്ഞ് പണി എന്തായെന്ന് അയാൾ ജിനോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഒരു ഹൈ റാങ്കിങ് ഡഞ്ചിലെ ജോലി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ റെയ്ഡിന് 3 ടീമുകളുണ്ട്. ഫസ്റ്റ് വൺ സ്ട്രൈക്ക് സ്ക്വാഡ്,
ഇവർ മാജിക് ബീസ്റ്റുകളെ ഫൈറ്റ് ചെയ്യും. അത് കഴിഞ്ഞുള്ളത് മൈനിങ് ടീം. ഇവർ ക്രിസ്റ്റൽസ് ഡഞ്ചനിൽ നിന്നും മൈൻ ചെയ്തെടുക്കും. അവസാനമായി ഉള്ളത് ഹോളിംഗ് ടീം. ഇവർ മാജിക് ബീസ്റ്റുകളുടെ ബോഡി പുറത്തു കൊണ്ടുവരും. ഡഞ്ചനിലെ ബോസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ബീസ്റ്റുകളെയും സ്ട്രൈക്ക് സ്ക്വാഡ് ഇല്ലാതാക്കിയ ശേഷം ഡഞ്ചനിൽ മൈനിങ് ടീമും ഹോളിംഗ് ടീമും കയറുന്നു. ഡഞ്ചനിൽ ഇലക്ട്രിക് എക്യുപ്മെന്റ്സ് വർക്കാവില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പഴയ മൈനിങ് രീതി തന്നെ ഉപയോഗിക്കേണ്ടി വരുന്നു. അതുപോലെ ജിനോയ്ക്ക് മനസ്സിലാവുന്ന മൈനേഴ്സിന്റെ പിക്കാക്സിൽ പോലും ചെറിയ മാജിക് എൻഹാൻസ്മെന്റ്സ് ഉണ്ടെന്ന്. ജിനോ ആദ്യമായിട്ടാണ് ഇതുപോലൊരു എ റാങ്ക് ഗേറ്റിൽ കയറുന്നത്. ഇതേ സമയം നമ്മൾ ഗേറ്റിനുള്ളിലെ ഹണ്ടേഴ്സിന്റെ അടുത്തോട്ട് പോകുന്നു. നമുക്ക് കാണാൻ കഴിയും ഹണ്ടേഴ്സ് ഗിൽഡിന്റെ മാസ്റ്റർ ചോയ് ജോങ് ആണ് ഇവരെ ലീഡ് ചെയ്യുന്നത്. കുറെ നേരമായി ബീസ്റ്റുകളെ കാണാത്തത് കാരണം മിസ്റ്റർ ചോയ് പറയുന്നു, ഇതിപ്പോൾ സമയം കുറേയായി, ഇനിയും കൂടുതൽ സമയം എടുത്താൽ ബാക്കിയുള്ള ടീമിന്റെ ഷെഡ്യൂൾ തെറ്റും. നീ സമയം കളയാതെ പുറത്തോട്ട് വാ. നമുക്ക് കാണാൻ കഴിയും വലിയ ബീസ്റ്റുകൾ സ്ക്വാഡിന് നേരെ വരുന്നു. മിസ്റ്റർ ചോയ് ഇതേ സമയം കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് അവർക്ക് നേരെ തട്ടിത്തെറിപ്പിക്കുന്നു. ആ സിഗരറ്റ് സ്പാർക്ക് ഒരു വലിയ ബ്ലാസ്റ്റ് തന്നെ ഉണ്ടാക്കുന്ന സ്പെല്ലായി മാറുന്നു. ഇതിന് ശേഷം ടീമിലുള്ള ടാങ്കുകളോട് മിസ്റ്റർ ചോയ് റെഡിയാവാൻ പറയുന്നു. ഈ സമയം തന്നെ ആ ഏരിയ മുഴുവൻ മിസ്റ്റർ ചോയുടെ സ്പെല്ല് കാരണം കത്തിയിരുന്നു. ടാങ്കുകൾ ഷീൽഡ് കൊണ്ട് ടീമിനെ കവർ ചെയ്തു. അവർക്ക് ചോയ് ജോങ്ങിന്റെ പവർ എത്ര കണ്ടാലും സർപ്രൈസ് മാറിയിരുന്നില്ല. ചോയ് ജോങ് പറയുന്നു, ഞാൻ വലുതായി ശ്രമിച്ചില്ല, നമുക്ക് ബാക്കിയുള്ള ബീസ്റ്റുകളുടെ ബോഡിയെങ്കിലും വേണ്ടേ, ഇവിടെ അടുത്തുള്ള ബീസ്റ്റുകൾ ജാമ്പിലായി കാണും. അങ്ങനെ ചെറിയ കാത്തിരിപ്പിന് ശേഷം തീ അണയുന്നു. മിസ്റ്റർ ചോയ് പറയുന്നു, എനിക്കറിയാം നീ ഈ സ്മെല്ലിന് സെൻസിറ്റീവ് ആണെന്ന്, ഞാൻ നിന്നെ എസ്കോർട്ട് ചെയ്യാം. ഇതേ സമയം ഗേറ്റിനോർത്ത് മൈനിങ് ടീം വെയിറ്റ് ചെയ്ത് കുഴഞ്ഞതായി കാണാം. പരാതി പറയുന്ന മൈനിങ് ടീം ലീഡറിനെ ഹണ്ടർ അസോസിയേഷൻ ഏജന്റ് സമാധാനിപ്പിക്കുന്നു. കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാൻ അയാൾ പറയുന്നു. അങ്ങനെ ഒടുവിൽ വെയിറ്റിംഗിന് ശേഷം സ്ട്രൈക്ക് സ്ക്വാഡ് പുറത്തു വരുന്നു. ജിനുവയുടെ പുറകിൽ നിന്ന് അവരെ വാച്ച് ചെയ്യുന്നു. ജിനുവ മനസ്സിൽ ആലോചിക്കുന്നു, അപ്പോൾ ഇതാണല്ലേ കൊറിയയിലെ ഏറ്റവും ബെസ്റ്റ് സ്ട്രൈക്ക് സ്ക്വാഡ്, അവരുടെ ലീഡർ ചോയ് ജോങ്. ഇതാണിപ്പോൾ വൈസ് ഗിൽഡ് മാസ്റ്റർ ചേഹിൻ. എനിക്കറിയില്ല അവളുടെ കൂട്ടി ഇംപ്രസീവായ പ്രസൻസ് വേറൊരു ലേഡിക്കുണ്ടോ എന്ന്. അവൾ ചോയ് ജോങ്ങിൻ്റെ അത്രയും തന്നെ പവർഫുൾ ആണ്, ചിലപ്പോൾ അതിൽ കൂടുതൽ. എനിക്ക് തോന്നുന്നു ചെയർമാൻ ഗോയുടെ ലെവലായിരിക്കുമെന്ന്. ഇതേസമയം പെട്ടെന്ന് തന്നെ ചേഹിൻ ജിനുവയുടെ സൈഡിലോട്ട് തിരിയുന്നു. ചേഹിന് ഒരു സ്ട്രോങ് പ്രസൻസ് അറിയാൻ കഴിഞ്ഞിരുന്നു, പക്ഷേ ഈ പ്രസൻസ് പിന്നെ അവൾക്ക് അറിയാൻ പറ്റിയില്ല. ചേഹിൻ മിസ്റ്റർ ഗോ എവിടെ ഉണ്ടെന്ന് ഒരു നിമിഷം ആലോചിച്ചു പോയി. ഇതേസമയം ജിനോയ്ക്ക് അവളുടെ സെൻസസ് ഷാർപ്പാണെന്ന് മനസ്സിലായി. ഇത് കഴിഞ്ഞ് മൈനിങ് ടീം ഡഞ്ചനിൽ കയറുന്നു. ഒരു എ റാങ്ക് ഡഞ്ചൻ വളരെ വലുതാണ്. ഡഞ്ചനിൽ നിന്ന് വരുന്ന മാന വേവ്സ് കാരണമാണ് ഗേറ്റിന്റെ റാങ്ക് അറിയാൻ കഴിയുന്നത്, ബീസ്റ്റുകൾ കാരണമല്ല. ഒരു ഡഞ്ചനിലെ ലോ റാങ്കിങ് ബീസ്റ്റുകൾ കൂടുതലുണ്ടെങ്കിൽ ഡഞ്ചന്റെ റാങ്ക് കൂടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു എ റാങ്കിന്റെ കേസിൽ അതൊന്നും അല്ല, കാരണം ഇവിടെ ഉള്ള ബീസ്റ്റുകളുടെ ലെവൽ വളരെ ഹൈ ആണ്. ജിനോ ഡഞ്ചനിൽ കയറുമ്പോൾ തന്നെ ഡഞ്ചൻ ബോസിന്റെ മാന സെൻസ് ചെയ്യുന്നു. ഇതേസമയം ജിനോയുടെ കൂടെയുള്ളവർ ജിനോ ഈ റാങ്ക് ആയതുകൊണ്ട് പണി സമയത്ത് നിന്ന് തീർക്കാൻ പറ്റില്ല എന്നും ഒരു ഈ റാങ്കറിനെ ലീഡർ എന്താലോചിച്ചാണ് എടുത്തതെന്നും പരസ്പരം പറയുന്നു. ജിനോ ഇത് കേട്ട് മനസ്സിൽ പറയുന്നു, ഈ റാങ്കുള്ളവൻ എവിടെ പോയാലും ഇതാണല്ലോ അവസ്ഥ, ഞാൻ എന്തായാലും ഇവിടെ കുറേ നേരത്തേക്ക് കാണില്ല. പെട്ടെന്ന് തന്നെ മൈനിങ് ടീമിൽ ഒരാൾ ജിനുവയെ മനഃപൂർവ്വം വന്ന് തട്ടുന്നു. അയാൾ ജിനുവയോട് വഴിയിൽ നിന്ന് മാറാൻ പറയുന്നു. പക്ഷെ അവർ മുഖാമുഖം നോക്കുമ്പോൾ അയാൾ പേടിച്ചു പോകുന്നു. ജിനോ ഒരു ഈ റാങ്കർ തന്നെയാണോന്ന് അയാൾ ആലോചിക്കുന്നു. ഇതേ സമയം ഹോളിംഗ് ടീമിന്റെ പണി തീരാറായിരുന്നു. ബീസ്റ്റുകളുടെ പല്ല് മുതൽ എല്ല് വരെ അവരെടുത്ത് ഡഞ്ചൻ ക്ലിയർ ചെയ്യുന്നു. കാരണം ഹൈ റാങ്കിങ് ഡഞ്ചനിലെ എല്ലാം അമൂല്യമായിരുന്നു. മൈനിങ് ടീം ലീഡറും ജിനുവയും ഹോളിംഗ് ടീമിന്റെ പണി കാണുമായിരുന്നു. ടീം ലീഡർ പറയുന്നു, നീ ആദ്യമായിട്ടല്ലേ എ റാങ്ക് ഗേറ്റിൽ വരുന്നത്, നിനക്കപ്പോൾ ഇതൊക്കെ അതിശയമായിരിക്കും. ജിനുവ പറയുന്നു, ഞാൻ വിചാരിച്ചതിനേക്കാൾ ബീസ്റ്റുകൾ വളരെ വലുതാണ്. സ്ട്രൈക്ക് സ്ക്വാഡ് എല്ലാ ബീസ്റ്റുകളെയും കൊന്നു, പക്ഷേ ഡഞ്ചൻ ബോസ് ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ. ബോസിനെ തോൽപ്പിച്ചാൽ ഗേറ്റ് ക്ലോസ് ആവും, സോ നമ്മുടെ പണി കഴിയുമ്പോഴത്തേക്കിനും അത് നടക്കും. ജിനോ ഇതായിട്ട് ചോദിക്കുന്നു, നമ്മൾ പണി ചെയ്യുമ്പോൾ ഡഞ്ചൻ ബോസ് നമ്മളെ അറ്റാക്ക് ചെയ്താലോ? അപ്പോൾ ടീം ലീഡർ പറയുന്നു, അങ്ങനെ ഉണ്ടായാലും നമ്മളെല്ലാവരും മരിച്ചു പോകും, അത്രേ ഉള്ളൂ. ജിനോ ചോദിക്കുന്നു, നിങ്ങൾക്ക് പേടിയില്ലേ അപ്പോൾ? ഇത് കേട്ട ടീം ലീഡർ പറയുന്നു, ലുക്ക്, ഞാൻ 3 വർഷമായി ഹണ്ടേഴ്സ് ഗിൽഡിൻ്റെ കൂടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെയായി ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇതെല്ലാം സംസാരിക്കുന്നുണ്ടെങ്കിലും ജിനോയ്ക്ക് ബോസിൻ്റെ പ്രസൻസ് അറിയാൻ കഴിഞ്ഞിരുന്നു. ജിനോ ആലോചിക്കുന്നു, ഈ ഡഞ്ചൻ ബോസ് വൾക്കനും മെറ്റസിനേക്കാളിലും പവർഫുള്ളാണ്. ചോയ് ജോങ്ങും ജാഹി ഇതുപോലൊരു മോൺസ്റ്ററിനെ ഫേസ് ചെയ്യുന്നതിൽ ഞാൻ ഇംപ്രസ്ഡ് ആണ്. അതുപോലെ ബാക്കിയുള്ള ടീം മെമ്പേഴ്സ് മോശമൊന്നുമല്ല, അവർക്ക് ടീമായി ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് അവർ ഇതെല്ലാം സേഫായി ചെയ്യുന്നത്. ജിനോ ഇത് കഴിഞ്ഞ് അവൻ്റെ പിക്കാക്സ് കൊണ്ട് മൈനിങ് തുടങ്ങും. ജിനോയുടെ സ്പീഡ് ഉണ്ട്, ബാക്കിയുള്ളവർ ഞെട്ടുന്നു. അവരാലോചിക്കും ജിനോ ഈ റാങ്ക് തന്നെയാണോ എന്ന്. പക്ഷേ ടീം ലീഡർ ഉറപ്പ് പറയുന്നു ജിനോയുടെ ലൈസൻസ് ചെക്ക് ചെയ്തപ്പോൾ ഈ റാങ്ക് തന്നെ ആയിരുന്നു എന്ന്. കൂടെയുള്ളവരോട് ടീം ലീഡർ ഇതിന് ശേഷം പറയുന്നു, നിങ്ങൾക്കറിയാലോ ഇതുപോലുള്ള കഴിവ് കണ്ടുപിടിക്കാൻ എനിക്കൊരു നാക്കുണ്ടെന്ന്, ഞാൻ പറയുന്നത് നീ ഉറപ്പിച്ചോ? സംഗ് ജനിച്ചത് തന്നെ ഒരു മൈനർ ആവാനാ. അങ്ങനെ കുറേ സമയത്തിന് ശേഷം ലഞ്ച് ടൈം ആവുന്നു. ടീം ലീഡർ ജിനോയെ ലഞ്ച് കഴിക്കാനായിട്ട് വിളിക്കുന്നു. പക്ഷെ ജിനോ ഓൾറെഡി കഴിച്ചിട്ടാ വന്നതെന്ന് പറയുന്നു. എല്ലാവരും ലഞ്ച് ബ്രേക്കിന് ഡഞ്ചനിൽ നിന്ന് പോകുമ്പോൾ തന്നെ ജിനോ വേഗം ആ പിക്കാക്സ് കളഞ്ഞിട്ട് ഡഞ്ചൻ ബോസിന് നേരെ പോകുന്നു. ജിനോ മനസ്സിലാലോചിക്കുന്നു, ഇതുപോലൊരു ചാൻസ് എനിക്കിനി കിട്ടില്ല, എനിക്കൊരു മണിക്കൂറുണ്ട് ഫ്രീ ടൈം, ഞാൻ ഈ ടൈം കൊണ്ട് ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. ജിനോ ഡഞ്ചൻ ബോസിന്റെ ലെയറിൽ എത്തുമ്പോൾ തന്നെ ഒരു വലിയ ജയന്റ് മോൺസ്റ്ററിനെ കാണുന്നു. ഡഞ്ചൻ ബോസ് മെറ്റസിനേക്കാളും വളരെ പവർഫുൾ ആണെന്ന് അവന് മനസ്സിലാവുന്നു. ജിനോ പെട്ടെന്ന് അവന്റെ ഡാഗർ സമൺ ചെയ്യുന്നു.
ജിനു മനസ്സിലാലോചിക്കുന്നു. എനിക്ക് വേണമെങ്കിൽ ഇവനെ തോൽപ്പിക്കാം, പക്ഷേ ഞാനത് ചെയ്യരുതെന്നും എനിക്കറിയാം. ഞാനത് ചെയ്താൽ ഗേറ്റ് ക്ലോസ് ആകും. ഹണ്ടേഴ്സ് ഗിൽഡിന് വലിയ നഷ്ടം തന്നെ വരും. ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആരോ പുറകിൽ നിന്ന് വിളിക്കുന്നു. ഏയ്, നീ എന്തെടുക്കും അവിടെ? ഒരു പെണ്ണിൻ്റെ ശബ്ദം കേട്ട് ജിനു ഞെട്ടുന്നു. അവൾ ചോദിക്കുന്നു, ഞാൻ നിന്നോടാ ചോദിച്ചേ, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ജിനു അവൻ്റെ ഡാഗർ വേഗം ഒളിപ്പിക്കുന്നു. ഇത് കഴിഞ്ഞ് ജിനു പറയുന്നു, ഞാനിങ്ങനെ വന്നപ്പോൾ എൻ്റെ വഴി തെറ്റിപ്പോയി. നമുക്ക് കാണാൻ കഴിയും ആ പെൺകുട്ടി ചാഹിനായിരുന്നു. ചാഹിൻ പറയുന്നു, നീ മൈനിങ് ടീമിലെ മെമ്പറാണോ? ഇവിടെ നിന്ന് വേഗം പോയിക്കോ, ഇത് ഡഞ്ചൻ ബോസിൻ്റെ ഏരിയ ആണ്. ജിനു മനസ്സിലാലോചിക്കുന്നു, എനിക്കറിയായിരുന്നു ഇവളാൾ കൊള്ളാമെന്ന്, പക്ഷേ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ അറിയാതെ അവൾ എൻ്റെ പുറകിലെത്തിയ കാര്യം. ഇതേ സമയം പെട്ടെന്ന് ചാഹിൻ ജിനുയുടെ കയ്യിലുണ്ടായിരുന്ന ഡാഗർ കാണാഞ്ഞത് കാരണം ഞെട്ടുന്നു. ശേഷം അവൾ ജിനുയോട് വേഗം അവിടെ നിന്ന് പോകാൻ പറയുന്നു. ജിനു ബുദ്ധിമുട്ടിച്ചാൽ സോറി പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ചാഹിൻ അവളോട് നിൽക്കാൻ പറയുന്നു. ചാഹിൻ അവളുടെ ഹാൻഡ് കർച്ചീവ് മാറ്റി ജിനുവെ മണത്തു നോക്കുന്നു. ചാഹയെ പെട്ടെന്ന് മനസ്സിലാലോചിക്കുന്നു, ഇവനങ്ങനെ മോശമായ സ്മെല്ലൊന്നുമില്ല. അങ്ങനെ ചാഹയുടെ മനസ്സിൽ ലഡു പൊട്ടുന്നു. ജിനു ചോദിക്കുന്നു, എന്തേലും പ്രശ്നമുണ്ടോ? ചാഹയ പറയുന്നു, നീ സത്യത്തിൽ ഒരു ഹണ്ടർ തന്നെയാണോ? ചാഹയ പെട്ടെന്ന് ജിനുയുടെ ID കാർഡ് ചെക്ക് ചെയ്യുന്നു. ജിനുയുടെ പേരും റാങ്കും അവൾ കാണുന്നു. ഇത് കഴിഞ്ഞ് ചാഹയ പറയുന്നു, എന്നോട് ക്ഷമിക്കണം, ഡഞ്ചൻ വളരെ വലുതാണ്, വഴിയൊന്നും തെറ്റാൻ ശ്രദ്ധിച്ചോണം. ജിനു പോയതിനു ശേഷം ചാഹയ അവനെക്കുറിച്ച് തന്നെ ആലോചിക്കുന്നു. ചിലപ്പോൾ അവൻ്റെ റാങ്ക് കുറവായതുകൊണ്ടായിരിക്കും അവന് സ്മെല്ലില്ലാഞ്ഞത്. അതുപോലെ അവൻ്റെ സ്മെല്ലും കൊള്ളായിരുന്നു. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്, സീസൺ 2 എപ്പിസോഡ് നമ്പർ 7. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്.